പരിചയമില്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് വാടക കൊടുക്കൂല. എന്ന് വെച്ച് ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിൽ ചാടണോ? നമ്മുടെ പോലീസാണെന്ന് ഓർമ്മ വേണം. 1-2 ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പായും, പിന്നെ സംഗതി വിടും. ആ നേരത്ത് നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധോ? എന്തിന്? നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ ഒക്കുകയല്ല. പാവപ്പെട്ടവരെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നു. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അല്ല പിന്നെ എടാ, പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ചു പണം കൊണ്ടൊന്ന് ബ്ലേഡ് കമ്പനിയിലിട്ടു. അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വർഷത്തിൽ ഇറങ്ങിയിരിക്കുക. എന്തോന്നാ? തേക്ക്. 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യൗമാരിറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. ആട് മാഞ്ചിയും തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെ അല്ലേ? പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്തു കുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ചൊരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിയും. കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിഞ്ഞു വീഴും. ഉഗ്രം ഫാമിലി സബ്ജക്ട്, സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർഖൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിര താമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം. വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടനാ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല. പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാള് പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമുകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്, അതിന് ഇയാള് പറ്റുമോന്ന്. ഹൈറ്റ് ഇല്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ എവിടെ? സാർ 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 ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ. സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം. സാർ വേണം ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ച് ഞങ്ങൾ മറിഞ്ഞു വീഴിലിടും. ഒരു സെക്കൻഡ് ഒന്ന് നീട്ടിയാൽ. വേണ്ട വേണ്ട, കാക്കപിടുത്തവും കാലുപിടുത്തവും ഒന്നും വേണ്ട. അഭിനയിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിൽ അപേക്ഷ ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. നന്നായി വരട്ടെ. താങ്ക് യു. എന്റെ ദൈവങ്ങളാ സാറന്മാര്. ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടിക്കളയും. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ ഇരിക്കും. അയ്യോ മതി. സാറന്മാരുടെ പേരറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോം കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോത്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാരവയ്ക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ സിപ്പി എന്നും ചോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ, ചിലപ്പോ അവസാനത്തേതും. അതെന്താ സാർ? താനൊക്കെ എല്ലായിടും അഭിനയിക്കുന്നത്. എന്താവും ഗതി എന്ന് ആർക്കറിയാം. നന്നാവും സാർ. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ഗോപിയേട്ടനാ? അല്ല, ലാലേട്ടൻ, മോഹൻ ലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷോ 15 ലക്ഷം? മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്ക് എന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരോടെ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല, വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി മതി. സൗകര്യം ഒട്ടുമില്ല എന്ന് തന്നെ ഓ പറയാം. മതി മതി. സോറി, ഏത് ടൈപ്പ് ലൊക്കേഷനാ സാർ വേണ്ടത്? എല്ലാ ടൈപ്പും വേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് താൻ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാൻ സാർ. ഞങ്ങളുടെ ദോ ചോറോം കി കഹാനിക്ക് വേണ്ടി കുറെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. നായിക നസീമക്ക് ഇടാനായി. സീമയോ? സീമയല്ല, നസീമ.
ആ അതൊന്ന് വിൽക്കണം. സ്വർണ്ണക്കടയിൽ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല. അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള വല്ല സ്ത്രീകൾക്കും കൊടുത്താൽ അല്ലേ? അതെ അതെ അതെ. അല്ല ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ സാർ? പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനൽ ഉപയോഗിക്കൂ. 19 കോടി മുടക്കുമ്പോ 1.5 ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്നതിന് എന്താണ് പ്രശ്നം? ആ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട്. അവർക്കാവുമ്പോ ഈ ആഭരണ ഭ്രമവും ഒപ്പം പണം ഉള്ളതിന്റെ പേരില് വിറ്റ വലിയ നഷ്ടമൊന്നും വരൂല. ആ എങ്കിൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എനിക്ക് അവരാരെയും പരിചയമില്ല. ചെന്ന് പരിചയപ്പെടോ. അല്ല അവിടെ സ്റ്റെൻഡ് പാർട്ടിപ്പെട്ട ഒരാളെ എനിക്ക് പരിചയമുണ്ട്. സാറന്മാർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാം. എന്താ അപ്പോ പക്ഷെ കാശില്ല, ബസ് കാശ് ഒന്നും ഇല്ലാണ്ട് ഞാൻ വെറുതെ ഞാൻ അവിടെ വരെ നടക്കണം. ഓ എന്തൊരു ചൂട്, ഭയങ്കര നാറ്റം. നമുക്ക് പുറത്തിരിക്കാം. ഓ അയ്യോ ഒരു പന്ന പട്ടി പെറ്റി കിടക്കുക. ഇരിക്ക. ഓ മോഹൻലാൽ എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ കൂടെ പുള്ളി ഒരു സീനിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കാൻ കൈ കൊടുക്കും. നിങ്ങൾ തമ്മിൽ സ്റ്റണ്ട് ഉണ്ട്? കാണുമായിരിക്കും. സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി. പുതുമുഖം പ്രേമദത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആശുപത്രിയിൽ. അങ്ങനെ പത്രത്തിൽ വരും. പെട്ടെന്ന് പേരെടുക്കാം അല്ലേ? നോക്കട്ടെ. പിന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആഞ്ജനേയ രക്ഷിക്കണേ. പിന്നെ സൂപ്പറായിട്ട് അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ല. എല്ലാരും ഒതുക്കാവുന്നേ ഉള്ളൂ. ധർമ്മ ധർമ്മ അവൻ വരുന്നു. സ്റ്റണ്ട് വരുന്നു. ഇതാണ് സാറുമാരെ ഞാൻ പറഞ്ഞ സ്റ്റണ്ട് പാർട്ടി, കുങ്ഫു ഫക്രുദ്ദീൻ. അസ്സലാം വലൈക്കും. സലാം വലൈക്കും. നടിമാരെ കണ്ട് സംസാരിച്ചോ? നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ഫക്രുദ്ദീൻ ബായിക്ക് ഒരു ആഗ്രഹമുണ്ട് സാറുമാരെ. എന്തായത്? അല്ല ഫക്രുബായി ഇതുവരെ സ്റ്റണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു. നമ്മുടെ പടത്തിൽ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട് കാശൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ മതി. എന്റെ കഴിവ് കാണിക്കാൻ ഒരവസരം. തിന്നാനുള്ള അവസരമോ? അല്ല സാർ, അഭ്യാസം കാണിക്കാനുള്ള ഒരവസരം. മാഷാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ സ്റ്റണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. 1-2 ഐറ്റംസ് കാണിക്കൂ. ഇപ്പൊ കാണിക്കാം സാർ. പട്ടി പട്ടി. മതി മതി മതി. എന്റെ ഇവൻ ഓ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ആ കുങ്ഫു ഫക്രുദ്ദീൻ അലിയെ കാണുന്നുമില്ലല്ലോ. എന്തായി മാഷ കാര്യം? പ്രേമദത്തനെ നടിയുടെ അമ്മയുടെ അടുത്തേക്ക് വിട്ടിരിക്കുകയാണ്. അവൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ. സിപ്പി സാർ എവിടെ? ഒരു ഹാപ്പി ന്യൂസ്. സിപ്പി സാറ് സൊമാലിയയിൽ നിന്നും വന്ന ഒരു സംഘം പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോവളത്ത് ഡിസ്കഷന് പോയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആഭരണങ്ങൾ എന്റെ കയ്യിലുണ്ട്. സിപ്പി സാർ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. ഈസ് വെരി വെരി ബിസി. ഞാനും നടിയുടെ അമ്മയുടെ അടുത്തൊന്ന് ചെല്ലട്ടെ. അധിക നേരം പ്രേമദത്തനെ അവിടെ ഇരുത്താൻ പറ്റില്ല. സമയം കളയാതെ ചോപ്ര സാർ ഫ്ലോറിനകത്ത് പോയി ഷൂട്ടിംഗ് കാണണം. എന്ത് ഷൂട്ടിംഗ്? ഞാൻ കാണാത്ത ഷൂട്ടിങ്ങോ? ശരി, സമയം കളയാതെ വേഗം പോയിട്ട് വരൂ. ഇതെന്തോന്ന് ജന്മം. ഡാൻസ് എങ്കിലും കാണാം. ഇനി ക്യാമറ ഞാനൊരു ഡയറക്ടറാണ്. ഒന്ന് വേഗട്ടെ. കുങ്ഫു ഫക്രുദ്ദീൻ അലി കുറച്ച് ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ ഓർണമെന്റ്സേ ആരാ? മനസ്സിലാത്ത ഷൂട്ടിംഗ് കാണാൻ വന്നതാ? ഷൂട്ടിങ്ങും കാണാമല്ലോ. ഷൂട്ടിംഗ് കാണാൻ വന്നവൻ കസേരക്കറി ഇരിക്കുക. കസേര ഇരിക്കാനുള്ളതല്ലേ, കിടക്കാനുള്ളതല്ലോ. എണീക്കണം മിസ്റ്റർ. ഞാൻ ഹിന്ദി സിനിമയുടെ തെലുങ്ക് സിനിമയുടെ എണീക്കണോ? ഞാനൊരു ഡയറക്ടറാണ്. ഡയറക്ടർ ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ ഇറങ്ങി നടക്കുക. ഒന്ന് പോണം മിസ്റ്റർ. പോവാനെ പോടോ.
അവന്റെ ഒടുക്കത്തെ പേടി. ആ തള്ള എന്ത് പറഞ്ഞു? ആഭരണങ്ങൾ വാങ്ങുവോ? എന്താ മാഷേ? ആ സ്ത്രീക്കൊരു സംശയം. സാറുമാർ എവിടുന്നോ കട്ടോണ്ട് വന്നതാണത്രേ. അവർക്ക് വാങ്ങാൻ താല്പര്യമില്ല. പോലീസിനെ വിളിക്കുമെന്ന്. എനിക്ക് വലിയ വിഷമമായി പോയി സാറേ. എനിക്കും വിഷമമുണ്ട് മാഷെ. ആഭരണങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ വേണ്ട. കട്ടോണ്ട് വന്നോ കടത്തിക്കൊണ്ടുവന്നോ എന്നാ തള്ള എന്തിനാ അറിയണം? എവിടെ തള്ള? എനിക്കൊന്ന് കാണണം. മാന്യമാരെ പറ്റി അവരെന്താ വിചാരിച്ച? അട്ടിച്ചവരുടെ അണപ്പൽ തെറിപ്പിക്കും ഞാൻ. അയ്യോ വേണ്ട സാർ. എന്താ വെപ്പുമല്ലാണോ? എങ്കിൽ അടിക്കുന്നില്ല. എന്നാലും ആ തള്ള ഒന്ന് കാണണം. അയ്യോ വേണ്ട. അവര് കുളിക്കാൻ ശരീരത്തെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ എണ്ണ തേച്ച് കുളിക്കുകയല്ലോ. അല്ല, ഡാൻസ് ചെയ്യാണ്. അവളെ കണ്ടാലും മതി. അയ്യോ വേണ്ട സാർ. താൻ കൈവിടറോ? ആഹാ, അയ്യോ വേണ്ട. എനിക്ക് നിങ്ങളെ ചാർജും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോവുക. മഴ നിർത്ത്, മഴ നിർത്ത്. കരളില നിറയണ നാഗം പുണരണ മാറണ തിരയണ. അയ്യോ, അങ്ങോട്ട് പടിയുണ്ട് സാർ, ഇറങ്ങാം. ഞാൻ യോജിപ്പിക്കോളാം. എന്റെ അമ്മേ. ഓ. ഓ. ആ.